ഇന്ന് പുലർച്ചെ മന്ത്രി തിരുവനന്തപുരത്തേക്ക് പോയി. ഇന്നലെയൊക്കെ പറഞ്ഞത് അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്നു. ഒരു ശസ്ത്രക്രിയയില്ല, മന്ത്രിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അവർ കഴിഞ്ഞ ഇലക്ഷൻ കാലത്തെ വിഷ്വൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം. ഒരു ആറന്മുളയിൽ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ പല സന്ദർഭങ്ങളിലും അവർ കോളർ തിരിച്ച് നമുക്ക് സ്പോൺലൈറ്റീസിൻ്റെ കുഴപ്പമുണ്ട്. ആ സ്പോൺലൈറ്റീസ് ഇലക്ഷൻ കാലത്തും ഇങ്ങനൊരു നാടകം നടന്നു. ആറന്മുള ഇലക്ഷൻ ദിവസം അവർ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായി. നിങ്ങളുടെ ചാനലുകളുടെ പഴയ വിഷ്വൽ എടുത്തു നോക്കിയാൽ കാണാം. ആ സമയത്ത് അവർ കോളർ ഇട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ മിനിഞ്ഞാന്ന് KSUവിൻ്റെ കുട്ടികളെ ഒരു തല്ലാൻ വേണ്ടി ചെന്നപ്പോൾ പോലീസ് അവരെ ബലമായി തടഞ്ഞു. അതിൻ്റെ ഇടയിൽ അവരുടെ കഴുത്ത് വീണ്ടും ഉളുക്കി കാണും. അതിനാണ് KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. എല്ലാവരും കണ്ടതാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോറത്തിൽ നിന്ന് ചിരിച്ച് വർത്താനം പറഞ്ഞ് 3-ാം നമ്പറിലെത്തിയപ്പോഴേക്കും കഴുത്തിന് ഗുരുതരമായ പരിക്കേറ്റതും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും ജില്ലാ ആശുപത്രിയിൽ സർക്കാർ ഡോക്ടർമാരൊക്കെ ഇവർക്ക് എതിരായതുകൊണ്ട് ഇവരുടെ ഭരണത്തിൻ്റെ ആസ്ഥാനമായ പെരിയാർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതൊക്കെ ഈ നാട്ടിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഒരു പൊളിഞ്ഞ തിരക്കഥ.